ഹലോ, പെസഹ ആശംസകളോടുകൂടി തന്നെ നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. 1.5 കപ്പ് പച്ചരിയും പിന്നെ 3/4 കപ്പ് ഉഴുന്നും വെള്ളത്തിൽ ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ആദ്യം ഞാനൊന്ന് പേസ്റ്റ് പോലെയാക്കി, രണ്ടാമത് ഇട്ടത് ഞാനൊന്ന് കുറച്ച് തരിതരിയായിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് എടുത്തത്. പിന്നെ 1 കപ്പ് തേങ്ങയും ഫ്ലേവറിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളിയും 4 ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ട് ഒന്ന് ഒതുക്കിയെടുത്തു തേങ്ങ. അത് ഈ അരച്ച മാവിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചു. പുളിപ്പില്ലാത്ത അപ്പമാണ് കേട്ടോ പെസഹായ്ക്ക് ഉണ്ടാക്കുക. പാത്രത്തിലേക്ക് മാവ് കോരി ഒഴിച്ചതിന് ശേഷം അതിന്റെ മേലെ ഓശാന ഞായറിന് കിട്ടിയ കുരുത്തോലയാണ് കുരിശിന്റെ ആകൃതിയിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. പാലുണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തത്. അന്ന് 1-ാം പാലും 2-ാം പാലും എടുത്തു. 3 ശർക്കര എടുത്തു. പിന്നെ 1 സ്പൂണ് അരിപ്പൊടിയിൽ 2-ാം പാല് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് ആ തേങ്ങാപ്പാലിലേക്ക് ഒന്ന് ഒഴിച്ചൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.